ഹായ് മക്കളെ, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് എജ്യൂമസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്ലാസ് 6 ബേസിക് സയൻസ് ചാപ്റ്റർ 8 ആണ്. മോഷൻ ഇൻ ഡെയിലി ലൈഫ്. നിത്യജീവിതത്തിൽ ഉള്ള ചലനങ്ങൾ എന്ത്? ഡു യു ലൈക്ക് ടു ഗോ ടു പാർക്സ്? നിങ്ങൾക്ക് പാർക്കിൽ പോകാൻ ഇഷ്ടമല്ലേ? യു മൈറ്റ് ഹാവ് സീൻ വേരിയസ് റൈഡ്സ് ഇൻ പാർക്സ്. പാർക്കിൽ നമ്മൾ പല തരത്തിലുള്ള റൈഡുകൾ കാണാറുണ്ട് അല്ലേ? ദ പിക്ചർ ഷോസ് ഡിഫറെൻറ്റ് റൈഡ്സ് ഇൻ സച്ച് എ പാർക്ക്. മുകളിൽ നമുക്ക് 4 ചിത്രം കൊടുത്തിട്ടുണ്ട്. അത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റൈഡ്സ് ആണ്. വാട്ട് ഡു യു സീ ഇൻ ദ പിക്ചർ? ആ പിക്ചറിൽ ഏതെല്ലാം റൈഡ് ആണെന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ജൈൻറ്റ് വീലാണ് ആദ്യത്തത്. രണ്ടാമത്തെ റൈറ്റ് സൈഡിലുള്ളത് മെറിഗോയാണ്. അതിന് താഴെയുള്ള കാറിൻ്റെത് ബമ്പർ കാർ അല്ലെങ്കിൽ ഡാഷിംഗ് കാർ എന്ന് പറയും. പിന്നെ ടോയ് ട്രെയിൻ ആണ്. ഹാവ് യു ബീൻ ഓൺ എനി ഓഫ് ദീസ് റൈഡ്സ്? ഡു ദ റൈഡ്സ് ഡിഫർ ഫ്രം വൺ അനദർ? ഇമാജിൻ ദാറ്റ് യു ആർ ഓൺ എ റൊട്ടേറ്റിംഗ് ജൈൻറ്റ് വീൽ വിത്ത് യുവർ ഫ്രണ്ട്. വെൻ ദ ജൈൻറ്റ് വീൽ റൊട്ടേറ്റ്സ്, ഡോണ്ട് യു ഓൾസോ മൂവ് അലോങ് വിത്ത് ഇറ്റ്? ഇപ്പം നമ്മൾ ഒരു വലിയ ജൈൻറ്റ് വീലിലാണെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഇവിടെ മേലെ കാണിച്ചിരിക്കുന്ന റൈഡുകൾ എല്ലാം വ്യത്യസ്തമാണ് അല്ലേ? ഓരോ റൈഡും വ്യത്യസ്തമാണ്. ഇപ്പം നമ്മളൊരു ജൈൻറ്റ് വീലിലിരിക്കുകയാണെന്ന് വിചാരിക്കുക, നമ്മളും നമ്മുടെ ഒരു ഫ്രണ്ടും കൂടെ. വെൻ ദ ജൈൻറ്റ് വീൽ റൊട്ടേറ്റ്സ്, ഈ ജൈൻറ്റ് വീൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമ്മളും അതിനൊപ്പം റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടോ, ചലിക്കുന്നുണ്ടോ? ഡു പീപ്പിൾ ഇൻ ദ ട്രെയിൻ റൈഡ് ഓൾസോ മൂവ് ലൈക്ക് ദിസ്? ഇപ്പം ഇങ്ങനെ തന്നെയാണോ ട്രെയിൻ റൈഡിലുള്ള ആളുകളും സഞ്ചരിക്കുന്നത്? വാട്ട് അബൌട്ട് ദ മൂവ്മെൻറ്റ് ഓഫ് ദോസ് ഇൻ ദ ഡാഷിംഗ് കാർസ്? ഡാഷിംഗ് കാറിലിരിക്കുന്ന ആളുകളുടെ എങ്ങനെയായിരിക്കും മൂവ്മെൻ്റ് ഉള്ളത്? അതർ ദാൻ ദിസ്, ഡോൺ വി സീ മെനി മൂവ്മെൻറ്റ്സ് അറൗണ്ട് അസ്? ഇതല്ലാതെ വേറെ ചില മൂവ്മെൻറ്റ്സ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? റൈറ്റ് സം അതർ മൂവ്മെൻറ്റ്സ് സീൻ അറൗണ്ട് അസ്. ഇനി ഇതല്ലാതെ വേറെയുള്ള മൂവ്മെൻറ്റ്സ് എന്തെല്ലാമാണ് നമ്മുടെ ചുറ്റിനും ഉള്ളത്? അതൊന്ന് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എല്ലാ ചലനങ്ങളും എഴുതാം. നമ്മുടെ ചുറ്റുമുള്ള എല്ലാ ചലനങ്ങളും നമുക്ക് എഴുതാം. ബേർഡ്സ് ഫ്ലൈയിങ്, വെഹിക്കിൾസ് മൂവിങ്, ആനിമൽസ് വാക്കിംഗ് ഓർ റണ്ണിങ്, ബോട്ട് സെയിലിംഗ്, അങ്ങനെ എല്ലാ ചലനങ്ങളും നമുക്ക് ഇതിനകത്ത് എഴുതാൻ സാധിക്കും. വൈ ഡു വി സേ ദാറ്റ് ദീസ് ആർ മൂവിങ്? അപ്പം ഇതെല്ലാം ചലിക്കുന്നു എന്ന് പറയുന്നത് എങ്ങനെയാണ്? വെൻ an object is moving, isn't there a change between its initial position and that after a while? ഒരു വസ്തു ചലിക്കുമ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിംഗ് പൊസിഷനിൽ നിന്നും അത് എൻഡിങ് പൊസിഷനിലേക്ക് ചലിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിൻ്റെ സ്റ്റാർട്ടിംഗ് പൊസിഷനിൽ നിന്ന് ചേഞ്ച് വന്നുകൊണ്ടേയിരിക്കും. പൊസിഷൻ മാറി മാറി വന്നുകൊണ്ടേയിരിക്കും. 3 positions of a flying bird are shown in the picture given below. താഴെ തന്നിരിക്കുന്ന പിക്ചറിൽ ഒരു ബേർഡ് പറക്കുന്നതിന് 3 പൊസിഷനുകളാണ് തന്നിട്ടുള്ളത്. ഒബ്സർവ് ദ പിക്ചർ. ഹാസ് ഇൻ ദ പൊസിഷൻ ഓഫ് ബേർഡ് ചേഞ്ച്ഡ്? അപ്പോൾ ഈ പിക്ചർ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ പിക്ചറിൽ ബേർഡിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്തിട്ടുള്ളത് കാണാൻ സാധിക്കുമോ? ബേസ്ഡ് ഓൺ ദിസ്, ക്യാൻ യു എക്സ്പ്ലെയിൻ മോഷൻ? ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് മോഷനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കുമോ എന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ബേർഡിൻ്റെ പറക്കലിൻ്റെ ഒരു മൂവ്മെൻറ്റ് 3 പൊസിഷൻ തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ ബേർഡ് ചലിക്കുന്നുണ്ട് അല്ലേ? അടുത്ത ഹെഡിങ് മോഷൻ. മോഷൻ ഈസ് ദ ചേഞ്ച് ഇൻ പൊസിഷൻ ഓഫ് എൻ ഒബ്ജക്റ്റ്. ഇപ്പോൾ മോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ചലനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഒബ്ജക്റ്റിൻ്റെ പൊസിഷനിലുള്ള മാറ്റം, അതിനാണ് ചലനം എന്ന് പറയുന്നത്. സ്ഥാനമാറ്റത്തിനാണ് ചലനം എന്ന് പറയുന്നത്. ദർ ഈസ് ചേഞ്ച് ഇൻ പൊസിഷൻ ഓഫ് ദ ഒബ്ജക്റ്റ് ഇൻ ഓൾ ദ മൂവ്മെന്റ്സ് യു ഹാവ് ഒബ്സർവ്. ഇപ്പം നമ്മൾ മുകളിൽ കണ്ട എല്ലാ മൂവ്മെന്റ്സിലും പൊസിഷൻ ചേഞ്ച് ഉണ്ട്, അതായത് സ്ഥാനത്തിന് മാറ്റം സംഭവിക്കുന്നുണ്ട് അല്ലേ? ഡു ഓൾ ദ ഒബ്ജക്ട്സ് അറൗണ്ട് യു മൂവ്? ഇപ്പം നമ്മുടെ ചുറ്റുമുള്ള എല്ലാ ഒബ്ജക്ട്സും ചലിക്കുന്നുണ്ടോ? വിച്ച് ഒബ്ജക്ട്സ് ഡു നോട്ട് സീം ടു മൂവ്, റൈറ്റ് ദം. ഇപ്പം ചലിക്കാത്ത ഏതെങ്കിലും ഒബ്ജക്റ്റ് നമ്മുടെ ചുറ്റും കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ പേരെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ട്രീസ് ചലിക്കുന്നില്ല, അപ്പം അത് ഒരു സ്ഥലത്ത് പെർമനൻ്റ് ആയിട്ട് നിൽക്കുകയാണ് അല്ലേ? ബ്രിഡ്ജസ്, പാലങ്ങളൊന്നും ചലിക്കുന്നില്ല. ബിൽഡിങ്സ്, വലിയ വലിയ സമുച്ചയങ്ങൾ, കെട്ടിടങ്ങൾ ഒന്നും ചലിക്കുന്നില്ല അല്ലേ? ഇത് 3 ഞാൻ എഴുതിയിട്ടുള്ളത്. വൈ ഡു യു കൺസിഡർ ദീസ് ആർ നോട്ട് മൂവിങ്? അപ്പം ഇതെല്ലാം ചലിക്കുന്നില്ലെന്ന് എന്തുകൊണ്ടാണ് നിങ്ങൾ പറയുന്നത്? അത് സ്ഥാനം മാറുന്നില്ല അല്ലേ? പൊസിഷന് ചേഞ്ച് ഇല്ല. ബിൽഡിങ് ഇപ്പോൾ രാവിലെ നമ്മൾ നോക്കുമ്പോൾ ഒരു സ്ഥലത്ത് നിൽക്കുന്ന ബിൽഡിങ് കുറച്ച് കഴിയുമ്പോൾ വേറെ സ്ഥലത്തേക്ക് മാറി നിൽക്കാറുണ്ടോ? ഇല്ല. അത് എവിടെയാണോ നിൽക്കുന്നത് ആ സ്ഥലത്ത് തന്നെ ഫിക്സഡ് ആയിട്ട് നിൽക്കുകയാണ് അല്ലേ? അതേ സ്ഥലത്ത് നിൽക്കുകയാണ്. അവർക്ക് സ്ഥാനമാറ്റം സംഭവിക്കുന്നില്ല. അവരുടെ പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നില്ല. സമയം മാറുന്നതനുസരിച്ചിട്ട് അവരുടെ പൊസിഷൻ ചേഞ്ച് ആകുന്നില്ല. അതുകൊണ്ടാണ് അവരെല്ലാവരും മൂവ് ചെയ്യുന്നില്ല, അനങ്ങുന്നില്ല എന്ന് നമ്മൾ പറയുന്നത്. അതാണ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്. സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഈസ് എ സ്റ്റേറ്റ് ഇൻ വിച്ച് ദ പൊസിഷൻ ഓഫ് എൻ ഒബ്ജക്ട് ഡസ് നോട്ട് ചേഞ്ച്. അപ്പോൾ ഒരു വസ്തുവിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നില്ലെങ്കിൽ, സ്ഥാനം മാറുന്നില്ലെങ്കിൽ ആ വസ്തു റെസ്റ്റിലാണെന്നാണ് പറയപ്പെടുന്നത്. When the giant wheel is rotating, my friend is
based next to me. His position does not change either. Does it mean we are not moving? അപ്പോൾ ഈ ഒരു കുട്ടിയും ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഈ പെൺകുട്ടി പറയാണ്, ഈ ജയന്റ് വീൽ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഫ്രണ്ട് എൻ്റെ അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട്, അതിനർത്ഥം ഞങ്ങളുടെ പൊസിഷൻ മാറുന്നില്ലെന്നാണോ എന്ന്. അവരുടെ പൊസിഷൻ മാറുന്നുണ്ട്. താഴെ നിന്ന് നോക്കുന്ന ഒരാളെ സംബന്ധിച്ച് അവര് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, അവരുടെ പൊസിഷൻ മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. വിത്ത് റെസ്പെക്ട് ടു ദ ചൈൽഡ് ഇൻ ദ ജയന്റ് വീൽ ഡസ് ദ കോ റൈഡർ ഹാവ് എ ചേഞ്ച് ഇൻ പൊസിഷൻ. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ആ ജയന്റ് വീൽ ഇരിക്കുന്ന കുട്ടിയെ അപേക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ കോ റൈഡർ, അതായത് ആ സീറ്റിൽ തന്നെ ഇരിക്കുന്ന മറ്റേ കുട്ടി ചലിക്കുന്നില്ല, പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നില്ല. വാട്ട് അബൌട്ട് ദ ചേഞ്ച് ഇൻ their position with reference to the child standing below? ഒരു കുട്ടി താഴെ നിന്ന് നോക്കുകയാണെങ്കിൽ ഈ താഴെ നിന്ന് നോക്കുന്ന കുട്ടിയെ അപേക്ഷിച്ചിട്ട് ആ മേലെ ഇരിക്കുന്ന ജയന്റ് വീൽ ഇരിക്കുന്ന കുട്ടികളുടെ സ്ഥാനം മാറുന്നുണ്ട്. ഇറ്റ് ഈസ് എ റിലേഷൻ ടു അനദർ ഒബ്ജക്ട് ദാറ്റ് an object is said to be in motion or not. അപ്പോൾ ഒരു വസ്തുവിന് വേറൊരു വസ്തുവായിട്ട് നമ്മൾ എന്ത് ചെയ്യും, കമ്പയർ ചെയ്യും, അവരുടെ റിലേഷൻ നോക്കും. അങ്ങനെയാണ് നമ്മൾ ഒരു വസ്തു ചലിക്കുന്നുണ്ടോ ചലിക്കുന്നില്ലയോ എന്ന് തിരിച്ചറിയുന്നത്. There is no change in position for the child in the giant wheel with respect to the co-rider. ഇപ്പോൾ co-riderനെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ആ അടുത്തിരിക്കുന്ന കുട്ടി, റൈഡറും co-riderും രണ്ട് കുട്ടികൾ ഒരു സീറ്റിലിരിക്കുന്നുണ്ടെങ്കിൽ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കഴിഞ്ഞാൽ അവരും സ്ഥാനചലനം ഇല്ല. On the other hand, all the children in the giant wheel have changed in position with respect to the child standing below. ഇപ്പോൾ താഴെ നിന്ന് നോക്കുന്ന ഒരു കുട്ടിയെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ മേലെയുള്ള എല്ലാ കുട്ടികളുടെയും സ്ഥാനചലനം സംഭവിക്കുന്നുണ്ട്, അവർ പ്ലേസ് മാറുന്നുണ്ട്. റെഫറൻസ് ബോഡി. An object can be said to be in motion only in relation to another body or position. The body used for this purpose is called the reference body. ഇപ്പോൾ ഒരു വസ്തു ചലിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കണമെങ്കിൽ വേറൊരു റെഫറൻസ് ബോഡി നമുക്ക് ആവശ്യമാണ്. മറ്റൊരു വസ്തുവിനെ നമുക്ക് കമ്പയർ ചെയ്യണം. ആ വസ്തുവിനെയും ഈ വസ്തുവിനെയും കൂടി നോക്കിയിട്ട് അതിൽ നിന്ന് ഇത് എത്ര ദൂരെയാണ് പോയത്, അല്ലെങ്കിൽ ഇത് അതിൽ നിന്ന് എത്ര അടുത്താണ് വന്നത് എന്നുള്ളത് നമ്മൾ നോക്കണമെങ്കിൽ നമുക്ക് രണ്ട് വസ്തുക്കൾ വേണം. അപ്പൊ അതിൽ ആ ഒരു കമ്പയർ ചെയ്യുന്ന വസ്തുവിനാണ് റെഫറൻസ് ബോഡി എന്ന് പറയുന്നത്. ഒബ്സർവ് ദ പിക്ചർ ഓഫ് ദ സ്കൂൾ സ്പോർട്സ് മീറ്റ് ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ ബിലോ. താഴെ നമുക്കൊരു ടേബിൾ തന്നിട്ടുണ്ട്, മേളിൽ നമുക്ക് ഒരു പിക്ചർ തന്നിട്ടുണ്ട്. കുട്ടികൾ ഓടുന്ന പിക്ചറാണ്. ഗാലറിയിൽ കുറച്ച് കുട്ടികൾ ഇരിക്കുന്നുണ്ട്, അതുപോലെ ഒരു കുട്ടി അവിടെ ഗാലറിയുടെ സൈഡിൽ നിൽക്കുന്നുണ്ട്, മരമുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു പിക്ചറാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്തുള്ള വസ്തുക്കൾ മോഷനിലാണോ അല്ലയോ, മറ്റൊരാളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മറ്റൊരാളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അവർ മോഷനിലാണോ അല്ലയോ എന്നുള്ളത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ദ ചൈൽഡ് സിറ്റിംഗ് ഇൻ ദ ഗാലറി. ഇപ്പോൾ ഗാലറിയിൽ ഇരിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ ഒരു കുട്ടി ഗാലറിയിൽ ഇരിക്കുന്ന ഒരു കുട്ടി ചലിക്കുന്നുണ്ടോ ഇല്ലയോ, ചലിക്കുന്നില്ല അല്ലേ. ദ പൊസിഷൻ ഡസ് നോട്ട് ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു ദ ഗാലറി. ഗാലറിയിലുമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നില്ല. ഓടുന്ന കുട്ടിയാണ് നോക്കുന്നതെങ്കിൽ പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്, പക്ഷെ അത് ഇരിക്കുന്ന കുട്ടിയുടെ പൊസിഷൻ അല്ല മാറുന്നത്. ആ കുട്ടി അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്, ഈ ഓടുന്ന ആളാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. ദ ചിൽഡ്രൻ റണ്ണിങ് ഓൺ ദ ട്രാക്ക്. ട്രാക്കിൽ ഓടുന്ന കുട്ടികൾ അവർ പരസ്പരം തമ്മിൽ നോക്കിക്കഴിഞ്ഞാൽ അവർ ചലനം സംഭവിക്കുന്നുണ്ട്, പ്ലേസ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഗാലറിയിലത്തെ ആൾക്കാരോട് നോക്കിയാലും ഇവർ സ്ഥലം മാറുന്നുണ്ട്, പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട് അല്ലേ. ഓടുന്ന അനുസരിച്ചിട്ട് അവരുടെ സ്ഥാനം മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്, അവർ മോഷനിലാണ്. 3. റെസ്പെക്ട് ടു ദ റണ്ണേഴ്സ് ആൻഡ് ദ ഗാലറി. ഗാലറീനെ വെച്ച് നോക്കിക്കഴിഞ്ഞാലും റണ്ണേഴ്സിനെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ട്രീ അനങ്ങുന്നില്ല, ട്രീ അവിടെ തന്നെ നിൽക്കുകയാണ്. ഗാലറിയിൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഗാലറിയും അനങ്ങുന്നില്ല, രണ്ടുപേരും സെയിം പൊസിഷനിലാണ്, ചേഞ്ചസ് ഒന്നുമില്ല. പക്ഷെ റണ്ണേഴ്സിനെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ റണ്ണേഴ്സ് ട്രീയിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അതിനകത്ത് മൂവ്മെൻ്റ് ഉള്ളത് റണ്ണേഴ്സിനാണ്, ട്രീക്കല്ല. ദ ബോയ് സ്റ്റാൻഡിങ് നിയർ ദ ഗാലറി. ഇനി ഗാലറിയുടെ അടുത്ത് നിൽക്കുന്ന ആൺകുട്ടിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ റണ്ണേഴ്സും ഈ ആൺകുട്ടിയും കൂടി ഉള്ള ഒരു താരതമ്യം നോക്കുകയാണെങ്കിൽ ആൺകുട്ടി അനങ്ങുന്നില്ല, പക്ഷേ ഈ റണ്ണേഴ്സ് ആൺകുട്ടിയിൽ നിന്നും അകലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗാലറിയും ഈ ആൺകുട്ടിയും കൂടി നോക്കുകയാണെങ്കിൽ അവിടെ ചേഞ്ചസ് ഒന്നുമില്ല, രണ്ടുപേരും സ്റ്റില്ലായിട്ട് നിൽക്കുകയാണ് അല്ലേ. അനലൈസ് ദ ടേബിൾ. ഹൂ എമംഗ് ദീസ് ആർ മൂവിങ്, ഓൺ വാട്ട് ബേസ് ആർ ദേ ഫൗണ്ട് ടു ബി ഇൻ മോഷൻ. അപ്പോൾ ഇതിൽ ആരൊക്കെയാണ് ചലിക്കുന്നത്, ഇത് ഏതൊരു ബേസിലാണ് നിങ്ങൾ ഇത് ചലിക്കുന്നുണ്ടെന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ എ പൊസിഷൻ ദാറ്റ് ആൻ ഒബ്ജക്റ്റ് ഈസ് ഫൗണ്ട് ടു ബി മൂവിങ് ഓർ അറ്റ് റെസ്റ്റ്. ഒരു വസ്തു നിശ്ചലാവസ്ഥയിലാണ് അല്ലെങ്കിൽ ഒരു വസ്തു ചലിക്കുന്നുണ്ട് എന്നത് വേറൊരു വസ്തുവായിട്ട് നമ്മൾ അവരുടെ ചേഞ്ച് ഇൻ പൊസിഷൻ, സ്ഥാനത്തിൻ്റെ ഒരു മാറ്റം അനുസരിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. ചിൽഡ്രൻ ആർ സെഡ് ടു ബി ഇൻ മോഷൻ ബേസ്ഡ് ഓൺ ദർ ചേഞ്ച് ഇൻ പൊസിഷൻ.
ഇപ്പോൾ കുട്ടികൾ മോഷനിലാണെന്ന് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? അവരുടെ പൊസിഷനിലുള്ള മാറ്റമാണ്, സ്ഥാനത്തിനുള്ള ചലനമാണ്. സ്ഥാനചലനം വരുമ്പോഴാണ്, അല്ലെ സ്ഥാനത്തിനുള്ള മാറ്റം വരുമ്പോഴാണ്. ഹാവൻറ്റ് യു നോട്ടീസ് മൂവിങ് ഒബ്ജക്ട്സ് ആൻഡ് ഒബ്ജക്ട്സ് അറ്റ് റെസ്റ്റ് ഇൻ എവറി ഡേ ലൈഫ്? നമ്മൾ നിത്യജീവിതത്തിൽ പല വസ്തുക്കളും ചലിക്കുന്നതും അല്ലെങ്കിൽ നിശ്ചലാവസ്ഥയിലുള്ള വസ്തുക്കൾ കാണാറുണ്ട് അല്ലേ? റെക്കോർഡ് സം മൂവിങ് ഒബ്ജക്ട്സ് ആൻഡ് ദ ഒബ്ജക്ട്സ് അറ്റ് റെസ്റ്റ് ദാറ്റ് യു നോ. ഇനി നമുക്ക് നമ്മൾ നിത്യജീവിതത്തിൽ കാണുന്ന പല വസ്തുക്കളെയും ഒന്ന് രണ്ട് വസ്തുക്കളുടെ പേര് ഇവിടെ എഴുതാം. മൂവിങ് ഒബ്ജക്ട്സ് ഏതെല്ലാമാണ്? ഫിഷ് സ്വിമ്മിങ് ഇൻ ദ പോണ്ട്, കാർ മൂവിങ് ഓൺ എ റോഡ്, എയ്റോപ്ലെയിൻ ഫ്ലൈയിങ്, ബോട്ട് സെയിലിംഗ്, അല്ലെങ്കിൽ പീപ്പിൾ വാക്കിംഗ്, ചൈൽഡ് റണ്ണിങ്, അതെല്ലാം മൂവ്മെൻ്റാണ് അല്ലേ? അപ്പോൾ അതൊക്കെ നമുക്ക് ഇതിനകത്ത് ഉൾക്കൊള്ളിക്കാൻ സാധിക്കും. ഇനി ഒബ്ജക്ട്സ് അറ്റ് റെസ്റ്റിലുള്ള സ്ഥാനചലനം ഇല്ലാത്ത നിശ്ചലമായിട്ടുള്ള വസ്തുക്കൾ ഏതൊക്കെ ആണ്? ഹൗസ്, റോക്ക്, ട്രീ, റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ്, പിന്നെ ബിൽഡിങ്സ്, മൊബൈൽ ടവേഴ്സ്, ഇലക്ട്രിക് പോസ്റ്റുകൾ, അതെല്ലാം എന്താണ് ഒരു സ്ഥലത്ത് തന്നെ നിൽക്കുന്നതാണ് അല്ലേ? അപ്പം അതെല്ലാം നിങ്ങൾക്ക് എഴുതാം. ഏതൊക്കെയാണോ നിങ്ങൾക്ക് ചുറ്റുപാടും കാണുന്നത് അതൊക്കെ നമുക്ക് ഈ ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഓൺ വാട്ട് ബേസ് ഡു യു സേ ദാറ്റ് ഈച്ച് മൂവിങ് ഒബ്ജക്റ്റ് ഈസ് ഇൻ മോഷൻ? അപ്പം നമ്മൾ എന്തൊരു അടിസ്ഥാനത്തിലാണ് നമ്മൾ കാണുന്ന ചലിക്കുന്ന വസ്തുക്കളെ ചലിക്കുന്നു എന്ന് പറയുന്നത്? ഹൗ ഡു യു സേ ദാറ്റ് ഒബ്ജക്റ്റ് അറ്റ് റെസ്റ്റ് ആർ നോട്ട് മൂവിങ്? അപ്പോൾ ചലിക്കാത്ത ഒരു വസ്തു റെസ്റ്റിലാണെന്ന് നമുക്ക് എങ്ങനെ പറയാൻ സാധിക്കും? എവറിത്തിങ് ഇൻ ദ യൂണിവേഴ്സ് ഇൻക്ലൂഡിങ് ദ പ്ലാനറ്റ്, സ്റ്റാർസ്, ഗാലക്സീസ് ആർ മൂവിങ് എവറി മൂമെൻറ്റ്. ഇപ്പം എല്ലാ വസ്തുക്കളും, നമ്മുടെ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും ചലിക്കുന്നുണ്ട്. അവർ ഇപ്പോൾ ഈവൻ പ്ലാനറ്റ്സ്, ഗ്രഹങ്ങളാണെങ്കിലും സ്റ്റാർസ് ആണെങ്കിലും ഗാലക്സി ആണെങ്കിലും, നമ്മുടെ മിൽക്കി വേ ആണ് ഗാലക്സി അല്ലേ, അതുപോലത്തെ ഒത്തിരി ഗാലക്സീസ് നമ്മുടെ യൂണിവേഴ്സിലുണ്ട്. അപ്പോൾ ഇവരെല്ലാം ചലിക്കുന്നുണ്ട്, മൂവ്മെൻ്റ് ഉണ്ട്. ദ വെരി എക്സിസ്റ്റൻസ് ഓഫ് യൂണിവേഴ്സ് ഇസ് ബേസ്ഡ് ഓൺ ദിസ് മോഷൻ. ഈ ഒരു ചലനത്തിൽ അടിസ്ഥാനമായിട്ടാണ് നമ്മുടെ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പ് തന്നെ. ഓൾ ദ ഒബ്ജക്റ്റ് ഓൺ എർത്ത് ദാറ്റ് ആർ അസ്യൂം ടു ബി അറ്റ് റെസ്റ്റ് ആർ ഓൾസോ മൂവിങ് എലോങ് വിത്ത് ദ എർത്ത്. ഇപ്പം നമ്മുടെ ഭൂമിയിൽ ചലിക്കുന്നില്ലെന്ന് വിചാരിച്ചിരിക്കുന്ന പല വസ്തുക്കളും ഭൂമിനെ അപേക്ഷിച്ച് നോക്കിയാൽ ചലിക്കുന്നുണ്ട് അല്ലേ? മറ്റൊരു ഭൂമിയുടെ പുറത്തുള്ള ഒരു വസ്തുവിൽ പോയി നിന്നിട്ട്, അല്ലെങ്കിൽ ഒരു മൂണിൽ പോയി നിന്ന്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്ലാനറ്റിൽ പോയി നിന്ന് ഭൂമിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളും ചലിക്കുന്നുണ്ട്. മോഷൻ ഓഫ് എൻ ഒബ്ജക്റ്റ് ക്യാൻ ബി എക്സ്പ്ലെയിൻ ഓൺലി ബേസ്ഡ് ഓൺ എ റെഫറൻസ് ബോഡി. ഒരു റെഫറൻസ് ബോഡിയുമായിട്ട് കണക്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ഒരു വസ്തുവിൻ്റെ ചലനം മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. It is only when the reference body changes that we understand many objects that appear to be at rest are actually in motion. ഈ റെഫറൻസ് ബോഡി സ്ഥാനം ചലനം സംഭവിക്കുമ്പോഴാണ് പല വസ്തുക്കളും, നമ്മൾ റെസ്റ്റിലാണെന്ന് വിചാരിച്ച പല വസ്തുക്കളും റെസ്റ്റിലായിരുന്നില്ല, ചലിക്കുകയായിരുന്നു എന്ന് മനസ്സിലാക്കുന്നത്. വി ഹാവ് അണ്ടർസ്റ്റുഡ് ദാറ്റ് സം ഒബ്ജക്ട്സ് ആർ സെഡ് ടു ബി അറ്റ് റെസ്റ്റ് വിത്ത് റെഫറൻസ് ടു ദ എർത്ത്. ഇപ്പം ചില വസ്തുക്കൾ ഭൂമിയെ അപേക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ചില വസ്തുക്കൾ നിശ്ചലാവസ്ഥയിലാണെന്ന് പറയാം. അപ്പോൾ however the earth and all the objects on it are in motion with reference to sun and the other spheres of solar system. ഇപ്പോൾ ഭൂമിയും ഭൂമിയിലുള്ള മറ്റുള്ള വസ്തുക്കളും സൂര്യനെയും ബാക്കിയുള്ള പ്ലാനറ്റ്സിനെ അപേക്ഷിച്ച് ചലിക്കുന്നുണ്ടോ ഇല്ലയോ എന്നാണ് നമ്മൾ നോക്കാറുള്ളത്. അതെല്ലാം ചലിക്കുന്നുണ്ട്. മറ്റൊരു ഗ്രഹത്തെ അപേക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സൂര്യനെയോ ചന്ദ്രനെയോ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളും ചലിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ഒരു പിക്ചറാണ്, പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. സ്കൂൾ ആൻഡ് ട്രീസ് ആർ നോട്ട് മൂവിങ് അറ്റ് ഓൾ. സ്കൂളും മരങ്ങളും ഒന്നും അനങ്ങുന്നില്ല എന്നാണ് ഈ കുട്ടി പറയുന്നത്. കാരണം ഈ കുട്ടിയും ഭൂമിയിൽ നിൽക്കുകയാണ് അല്ലേ? പിന്നെ ഈ കുട്ടിയൊന്നും ബഹിരാകാശത്ത് പോയി നിന്ന് നോക്കിക്കഴിഞ്ഞാലോ ഭൂമിയും ചലിക്കുന്നുണ്ട്, അതിലുള്ള വസ്തുക്കളും ചലിക്കുന്നുണ്ട്. കണ്ടോ, ഭൂമി കറങ്ങുന്നതനുസരിച്ചിട്ട് അതിനുള്ള നമ്മൾ എല്ലാവരും കറങ്ങുന്നുണ്ട്. ഹാവൻറ്റ് യു ഒബ്സർവ് ദ മൂവ്മെൻറ്റ് ഓഫ് ബേർഡ്സ് ആൻഡ് അനിമൽസ്? ഇനി ബേർഡ്സിൻ്റെ അനിമൽസിൻ്റെ മൂവ്മെൻറ്റ്സ് നമ്മൾ കാണാറില്ലേ? ഡു ഓൾ ഓഫ് ദം ഹാവ് സിമിലർ മൂവ്മെൻറ്റ്സ്? എല്ലാവർക്കും ഒരേപോലത്തെ മൂവ്മെൻറ്റ്സ് ആണ് ഉള്ളത്, ബേർഡ്സിനും അനിമൽസിനും ഒക്കെ. ഹൗ ഡസ് എ ഫ്രോഗ് മൂവ്? ഒരു തവള എങ്ങനെയാണ് ചലിക്കുന്നത്? ഹൗ അബൌട്ട് മബൂയ? ഈ മബൂയ അരണയാണ്. മബൂയ എങ്ങനെയാണ് ചലിക്കുന്നത്? ഹാവൻറ്റ് യു സീൻ ഡൊമസ്റ്റിക് അനിമൽസ് ലൈക്ക് കാറ്റ്സ്, ഡോഗ്സ് ആൻഡ് കാറ്റിൽ ടേക്കിംഗ് റെസ്റ്റ്? അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലേ ക്യാറ്റും ഡോഗും ബാക്കിയുള്ള കന്നുകാലികളൊക്കെ റെസ്റ്റ് എടുക്കുന്നത്? ഡോണ്ട് ദെയർ ബോഡി പാർട്സ് മൂവ് ഈവൻ വെൻ ദേ ആർ അറ്റ് റെസ്റ്റ്? അവരുടെ ബോഡി പാർട്സ് മൂവ് ചെയ്യാറില്ലേ? അവർ റെസ്റ്റിലായിരിക്കുന്ന അവസ്ഥയിൽ പോലും അവരുടെ ബോഡി പാർട്സ് മൂവ് ചെയ്യാറില്ലേ? ഹാവ് യു നോട്ടീസ് ദ മൂവ്മെൻറ്റ്സ് ഇൻ ദെയർ ബോഡി വെൻ ദേ ആർ ബ്രീതിങ്? ഡിസ്കസ്. ഇനി അവരുടെ ബോഡി പാർട്ട് മൂവ് ചെയ്യുന്നത് നമ്മൾ ശ്രദ്ധിക്കാറുണ്ടല്ലോ. നമ്മൾ ശ്വസിക്കുമ്പോഴാണ് നമ്മുടെ ബോഡി പാർട്ട് മൂവ് ചെയ്യുന്നുണ്ട്. എവ്രി വൺ ബി സൈലൻറ്റ് ആൻഡ് ക്ലോസ് യുവർ ഐസ് ഫോർ എ വൈൽ ആൻഡ് ലിസൺ ടു ദ മൂവ്മെൻറ്റ്സ് വിത്തിൻ യുവർ ഓൺ ബോഡി. എല്ലാവരും കണ്ണടച്ചിരുന്നിട്ട് ഒരു മിനിറ്റ്
നമ്മുടെ ബോഡിയിൽ സ്വന്തം ബോഡിയിൽ ഉണ്ടാവുന്ന ആ മൂവ്മെൻറ്റ് എന്തൊക്കെയാണെന്നൊന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. വിച്ച് ആർ ദ മൂവ്മെൻറ്റ്സ് യു ഹാവ് റെക്കഗ്നൈസ്. അതുപോലെ ആ ഓർഗൻസ് ഏത് മൂവ്മെൻ്റ് ആണ് ഉണ്ടാക്കുന്നത്, ആ ഓർഗൻസിലുണ്ടാകുന്ന മൂവ്മെൻറ്റ്സ് ഏതെല്ലാമാണെന്ന് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. ഹാർട്ടിൻ്റെതാണ് ആദ്യത്തത്. ഹാർട്ട് ബീറ്റ് ആണ് ആ ഹാർട്ടിലുണ്ടാവുന്ന മൂവ്മെൻറ്റ്. ലങ്സിൽ എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ ആണ് ഉണ്ടാവുന്നത്. ലങ്സ് ഓക്സിജൻ ഉള്ളിലേക്ക് പോകുമ്പോഴത്തേക്കും ലങ്സ് എക്സ്പാൻഡ് ചെയ്യും, ഓക്സിജൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കോൺട്രാക്ട് ചെയ്യും നമ്മൾ ഓരോ ശ്വാസം വലിക്കുമ്പോഴും. എന്താ ലാരങ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ തൊണ്ടയുടെ അവിടെയുള്ള ഭാഗമാണ്. അവിടെ നിന്നാണ് ശബ്ദം വരുന്നത്. മൂവ്സ് ദ ത്രോട്ട് ആൻഡ് യൂസസ് എയർ വൈബ്രേഷൻ ടു മേക്ക് സൗണ്ട് വരുന്നത് ഈ ലാരങ്സിൽ നിന്നാണ്. അവിടെ ഒരു വൈബ്രേഷനാണ് നമുക്ക് ഉണ്ടാകുന്നത്. വൈബ്രേഷൻ മൂലമാണ് നമുക്ക് ശബ്ദം വരുന്നത്. ഇനി ഐസ്, ഞാൻ സൈഡിൽ എഴുതിയിട്ടുണ്ട് ഐസ് ബ്ലിങ്ക്. ഐസ് കണ്ണടക്കുക തുറക്കുകയൊക്കെ ചെയ്യുന്നു. അതുപോലെ കണ്ണിൻ്റെ ഉള്ളിലുള്ള വൈറ്റ് ബ്ലാക്ക് കളറിലുള്ള കൃഷ്ണമണിയുടെ ഭാഗം അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുന്നുണ്ട്. ആ വാട്ടറി ഒരു ഫ്ലൂയിഡ് കൺസിസ്റ്റൻസിയിൽ അത് ചലിക്കുന്നുണ്ട്. ബ്ലഡ് വെസൽസ് എക്സ്പാൻസ് ആൻഡ് കോൺട്രാക്ട്. ബ്ലഡ് അത് ആ ബ്ലഡ് വെസലിലൂടെ ബ്ലഡ് ഇങ്ങനെ ഒഴുകുമ്പോൾ എക്സ്പാൻഡും ചെയ്യും കോൺട്രാക്ട് ചെയ്യും. ഈ ഒരു മൂവ്മെൻ്റ് ആണ് ബ്ലഡിന് ഒഴുകാൻ സഹായിക്കുന്നത്. ഇനി സ്റ്റമക്ക് ആൻഡ് ഇൻഡസ്റ്റൈൻസ്. സ്റ്റമക്കിലും ഇൻഡസ്റ്റൈൻസിലും ഉണ്ടാകുന്ന മൂവ്മെൻ്റ് ആണ് വേവ് ലൈക്ക് മോഷൻ. അതിനെ പറയുന്ന പേരാണ് പെരിസ്റ്റാലിസിസ്. അപ്പോൾ ഇത്രയും മൂവ്മെൻറ്റ്സ് ആണ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്നത്. ഇനി അടുത്തത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോഷൻസ് നോക്കാം. ഏതെല്ലാം ടൈപ്പ് മോഷൻസ് ആണ് ഉള്ളത് നോക്കാം. നമ്മൾ ഈ ചിത്രത്തിൽ എന്തൊക്കെ കാണാം. ഒബ്സർവ് ദ പിക്ചർ. ഡു ദ ചിൽഡ്രൻ മേക്ക് ദ സെയിം മൂവ്മെൻറ്റ്സ് വൈൽ ദേ പ്ലേ ഇൻ ദ പാർക്ക്. ഹൗ ഡസ് ഈച്ച് മൂവ്മെൻറ്റ് ഡിഫർ? ഇപ്പോൾ ഈ പാർക്കിനകത്ത് കളിക്കുന്ന കുട്ടികൾ എല്ലാവരും ഒരേപോലത്തെ മൂവ്മെൻ്റ് ആണോ ചെയ്യുന്നത്? അല്ല, ഡിഫറെൻറ്റ് മൂവ്മെൻറ്റ്സ് ആണ്. ഹൗ ഡസ് ഈച്ച് മൂവ്മെൻറ്റ് ഡിഫർ? ഓരോ മൂവ്മെൻറ്റും എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? Through discussion, find out the type of motion that takes place in each equipment and complete the table given below. താഴെയുള്ള ടേബിൾ നമ്മളോടൊന്ന് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സ്വിങ്, ഊഞ്ഞാൽ, ടു ആൻഡ് ഫ്രോ മോഷനാണ്, മുന്നോട്ടും പിന്നോട്ടും ചലിക്കുന്ന മോഷൻ. റൊട്ടേറ്റിംഗ് ഡിസ്ക്, ആ കുട്ടികൾ കയറി നിന്ന് കറങ്ങുന്നത്, അത് സർക്കുലർ മോഷൻ ആണ് അതിനകത്ത് വരുന്നത്. സ്ലൈഡിൽ സ്ട്രെയിറ്റ് ലൈൻ ആണ് വരുന്നത്. സീസോയിൽ അപ്പ് ആൻഡ് ഡൗൺ മോഷനാണ് വരുന്നത്. ഡു ആൻഡ് ലേൺ. ഇനി നമ്മളെടുത്ത് കുറച്ച് എക്സ്പെരിമെൻറ്റ്സ് വന്നിട്ടുണ്ട്. ഈ എക്സ്പെരിമെൻറ്റ്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഏത് മോഷനാണെന്ന് അറിയാൻ സാധിക്കും. ആ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ എക്സ്പെരിമെൻറ്റിൽ ഏത് മോഷനാണ് ഉൾപ്പെട്ടിരുന്നത് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ എക്സ്പെരിമെൻറ്റ് തന്നിട്ടുള്ളത്. ഒരു ബലൂൺ ക്യാരേജ് എന്നുള്ള എക്സ്പെരിമെൻ്റ് ആണ്. ഇതിനകത്ത് ഒരു ബലൂൺ ആവശ്യമാണ്, ഒരു സ്ട്രോ ആവശ്യമാണ്, സെല്ലോ ടേപ്പ് വേണം, പിന്നെ ഒരു ട്വൈൻ അല്ലെങ്കിൽ ഒരു ചരട് വേണം, 2 കുറ്റികൾ വേണം. ഈ കുറ്റികൾ രണ്ടും ഒരു നിശ്ചിത അകലത്തിൽ ഉറപ്പിച്ച് നിർത്തുക. എന്നിട്ട് ഈ കുറ്റികളുടെ ഇടയിൽ ചരട് കെട്ടുക. ഈ ചരടിൽ വീർപ്പിച്ച ബലൂൺ അടിയിൽ വെച്ചിട്ട് ഈ ചരടിൻ്റെ മേലെ സ്ട്രോ വെക്കുക. എന്നിട്ട് സെല്ലോ ടേപ്പ് ഒട്ടിക്കുക. അപ്പോൾ ഈ ബലൂൺ ഈ ട്രെയിനിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ കെട്ടിവെക്കുന്നത്. അത് ഒരറ്റത്തേക്ക് നീക്കി വെക്കുക. ആദ്യമേ ഈ സ്ട്രോ മേലെ വെച്ച് ടേപ്പ് ചെയ്ത ബലൂൺ ഒരു സൈഡിലേക്ക് നീക്കി വെക്കുക. എന്നിട്ട് ഈ ബലൂണിനെ നമ്മൾ ഓപ്പൺ ചെയ്യുക. കെട്ടിവെച്ചിരുന്ന ബലൂണാണ് വീർപ്പിച്ചിട്ട് അത് ഓപ്പൺ ചെയ്യുക. അത് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും ഈ ബലൂൺ ഈ അറ്റത്ത് നിന്ന് ആ അറ്റത്തേക്ക് നേരെ അങ്ങോട്ട് പോകും. റോക്കറ്റ് പോകുന്ന പോലെ അങ്ങനെ പോകും. അപ്പോൾ ഇതിനെയാണ് സ്ട്രെയിറ്റ് ലൈനിലുള്ള മോഷൻ. അപ്പോൾ ഈ ബലൂൺ നേരെ ചലിക്കുന്ന നേർരേഖയിൽ ചലിക്കുന്ന അല്ലെങ്കിൽ നേർരേഖയിൽ ഉണ്ടാകുന്ന മോഷൻസ് ആണ് ലീനിയർ മോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ലീനിയർ മോഷൻ ഇസ് ദ മോഷൻ ഓഫ് എൻ ഒബ്ജക്റ്റ് എലോങ് എ സ്ട്രെയിറ്റ് ലൈൻ. അപ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈനിൽ ചലിക്കുന്ന ഒബ്ജക്റ്റിന് ഉണ്ടാകുന്ന മോഷനാണ് ലീനിയർ മോഷൻ എന്ന് പറയുന്നത്. ഫൈൻഡ് എക്സാമ്പിൾസ് ഓഫ് ലീനിയർ മോഷൻ ഇൻ ദ മൂവ്മെൻറ്റ് യു സീ എവറി ഡേ ആൻഡ് പ്രസൻറ്റ് ദം ഇൻ ദ ക്ലാസ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഏറ്റവും ലാസ്റ്റ് ഒരു എല്ലാ മോഷൻസിൻ്റെയും എക്സാമ്പിൾസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നോക്കി നിങ്ങൾക്ക് എഴുതാം. അടുത്ത എക്സ്പെരിമെൻറ്റ്, അപ്പോൾ ആദ്യത്തെ മോഷൻ നമ്മൾ പഠിച്ചു, ലീനിയർ മോഷനാണ്. ഇനി രണ്ടാമത്തെ എക്സ്പെരിമെൻറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഐസ്ക്രീം ബോൾ വേണം, അതുപോലെ നല്ല ഷാർപ്പ് ചെയ്തിട്ടുള്ള ഒരു പെൻസിൽ വേണം. ഈ ഐസ്ക്രീം ബോളിൻ്റെ നമ്മൾ ഓപ്പൺ ചെയ്യുന്ന ഭാഗമുണ്ടല്ലോ, അവിടെയും താഴെ ഭാഗത്തും ഒരു ഹോൾ ഇടുക, പെൻസിൽ അതിൽ കൂടി ഇറക്കുക, എന്നിട്ടൊരു പമ്പരം പോലെ ആക്കിയെടുക്കുക. നമ്മൾ പമ്പരം കറക്കാറുണ്ടല്ലോ, പമ്പരം കറക്കുമ്പോൾ എങ്ങനെയാണ് ഈ പമ്പരം കറങ്ങും അല്ലേ? അപ്പോൾ അതാണ് റൊട്ടേഷൻ മോഷൻ. പമ്പരത്തിൻ്റെ കറക്കമാണ് റൊട്ടേഷൻ മോഷൻ. നമുക്ക് കൺഫ്യൂഷൻ വരുവാണെങ്കിൽ അപ്പം തന്നെ പമ്പരത്തിന് ഓർത്താൽ മതി. പമ്പരം കറങ്ങുന്നതാണ് റൊട്ടേഷൻ മോഷൻ. അപ്പോൾ ഇതാണ് നമ്മൾ ഈ ഒരു എക്സ്പെരിമെൻറ്റിൽ ചെയ്തിരിക്കുന്നത്. ഇത് മുഴുവൻ വായിച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാനിട്ടാണ്, കാര്യം മനസ്സിലായാൽ മതിയല്ലോ. റൊട്ടേഷൻ മോഷൻ ഈസ് എ മൂവ്മെൻറ്റ് ഓഫ് ഒബ്ജക്റ്റ് എബൌട്ട് ഇറ്റ്സ് ഓൺ ആക്സിസ്. ഒരു അച്ചുതണ്ടിൽ കറങ്ങുകയാണെങ്കിൽ അതിനെയാണ് റൊട്ടേഷൻ മോഷൻ എന്ന് പറയുന്നത്.
അച്ചുതണ്ടിൽ കറങ്ങുക. അതായത് സൈക്കിളിൻ്റെ ടയർ നോക്കൂ, സൈക്കിളിൻ്റെ ടയറിന് നടുക്ക് ഒരു തണ്ടുണ്ട് അല്ലേ, ഒരു ഇതുണ്ടാകും, ഒരു റോഡ് ഉണ്ടാകും. ആ റോഡിലാണ് നമ്മൾ സൈക്കിളിൽ അത് ഫിക്സ് ചെയ്ത് വെക്കുന്നത്. ബാക്കി ഭാഗമാണ് കറങ്ങുന്നത്, അതായത് ഒരു ആക്സസിലാണ് ഇത് കറങ്ങുന്നത്. അപ്പോൾ സൈക്കിളിൻ്റെ ടയർ ഒരു ഉണ്ടാക്കുന്ന മോഷൻ റൊട്ടേഷണൽ മോഷനാണ്. അതുപോലെ ഭൂമി സ്വന്തമായിട്ട് റൊട്ടേറ്റ് ചെയ്യുന്നത്, അതുപോലെ ചന്ദ്രൻ, ഓൾ ദ പ്ലാനറ്റ്സ് അവരെല്ലാവരും റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ എല്ലാത്തിൻ്റെയും പ്ലാനറ്റ്സിൻ്റെ മോഷനൊക്കെ റൊട്ടേഷൻ മോഷനിലാണ് പെടുന്നത്. അപ്പോൾ ഇതിനകത്ത് വീണ്ടും നമ്മളോട് എക്സാമ്പിൾസ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട് വേറൊരു പേജിൽ. ഇനി അടുത്ത മോഷൻ എന്താണെന്ന് നോക്കാം. അടുത്ത മോഷൻ നമുക്ക് വേണ്ടത് ഒരു വുഡൻ സ്കെയിൽ വേണം, ഒരു ആണി വേണം, പെൻസിൽ വേണം, പേപ്പർ വേണം. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ ഒരു പേപ്പർ താഴെ മേശയിൽ വെക്കുക. അതിൻ്റെ നടുഭാഗത്ത് ഒരു ആണി, ഈ ആണി സ്കെയിലിൽ ഒരു ഓട്ട ഉണ്ടാക്കി അതിൽ കൂടി കടത്തുക. എന്നിട്ട് അത് നടുക്ക് ഫിക്സ് ചെയ്ത് വെക്കുക. ഈ സ്കെയിലിൽ തന്നെ മറ്റേ അറ്റത്ത് ഒരു പെൻസിൽ ഹോൾ ചെയ്ത് ഫിക്സ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഈ ആണീനെ സെൻറ്റർ ആക്കി എടുത്തിട്ട് നമ്മളൊരു സർക്കിൾ വരക്കുക. അങ്ങനെ സർക്കിൾ വരക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സർക്കുലർ പാത്തിനെയാണ് സർക്കുലേറ്ററി മോഷൻ. ആ പെൻസിൽ സർക്കുലർ പാത്തിൽ കൂടി ഇങ്ങനെ പോകുന്നുണ്ടല്ലോ നമ്മൾ സർക്കിൾ വരക്കുമ്പോൾ, അതാണ് സർക്കുലേറ്ററി മോഷൻ. അതായത് ഒരു ചുറ്റളവിൽ ഇങ്ങനെ സർക്കിൾ ചെയ്യുന്നതിനെയാണ് സർക്കുലേറ്ററി മോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനുള്ള എക്സാമ്പിൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പ്ലാനറ്റ്സ്, എല്ലാ പ്ലാനറ്റ്സും സണ്ണിനെ സർക്കുലേറ്റ് ചെയ്യുന്നത്, എല്ലാ പ്ലാനറ്റ്സിനെയും സാറ്റലൈറ്റ്സ് പ്ലാനറ്റിനെ സർക്കുലേറ്റ് ചെയ്യുന്നത്, അതുപോലെ നമ്മുടെ ഭൂമിയും പ്ലാനറ്റ് ആണല്ലോ, ഭൂമിനെ നമ്മുടെ മൂൺ സർക്കുലേറ്റ് ചെയ്യുന്നത്. ഇതെല്ലാം എന്തിൽ പെടുന്നതാണ്? സർക്കുലേറ്ററി മോഷനിൽ പെടുന്നതാണ്. ക്ലോക്കിൻ്റെ സൂചി ഇങ്ങനെ കറങ്ങുന്നുണ്ടല്ലോ, എല്ലാ സൂചികളും, സെക്കൻഡ് സൂചി ആയാലും മിനിറ്റ് സൂചി ആണെങ്കിലും അവർ സൂചി ആണെങ്കിലും അത് കറങ്ങുന്നുണ്ട്. അപ്പോൾ അതെന്ത് മോഷനാണ്? സർക്കുലേറ്ററി മോഷനിലാണ് അത് പെടുന്നത്. മനസ്സിലായില്ലേ? സർക്കുലേറ്ററി മോഷൻ ഈസ് എ മോഷൻ ഓഫ് ഒബ്ജക്റ്റ് ഇൻ എ സർക്കുലർ പാത്ത്. ഒരു സർക്കുലർ പാത്തിൽ കൂടി കറങ്ങി കഴിഞ്ഞാൽ അത് സർക്കുലേറ്ററി മോഷനാണ്. ഒരു കുട്ടി ഒരു പാർക്കിൽ റൗണ്ടിൽ ഓടുകയാണെന്ന് വിചാരിക്കുക, അങ്ങനെയാണെങ്കിൽ അത് സർക്കുലേറ്ററി മോഷനാണ്. നമ്മുടെ ഓട്ട മത്സരങ്ങളിലൊക്കെ ഗ്രൗണ്ടിൻ്റെ ചുറ്റിലും ഇങ്ങനെ ലൈൻസ് വരച്ചിട്ടുണ്ടാവും അല്ലേ, അതിൽ കൂടി ആയിരിക്കും ഇവർ ഈ 1000 മീറ്ററിൻ്റെ ഓട്ടം അല്ലെങ്കിൽ റിലേ ഒക്കെ നടത്തുന്നത്. അപ്പം അത് സർക്കുലേറ്ററി മോഷനാണ്. ഫുൾ റൗണ്ടിൽ നമ്മൾ ഓടും, അത് സർക്കുലേറ്ററി മോഷനാണ്. അതുപോലെ നമ്മൾ മെറിഗോ റൗണ്ടിൽ കറങ്ങുന്നത്, മെറിഗോ റൗണ്ട് സർക്കുലേറ്ററി മോഷനാണ്. അപ്പോൾ അതെല്ലാം എക്സാമ്പിൾസ് ആണ്, മനസ്സിലാക്കി വെക്കാം. ഒബ്സർവ് ദ സറൗണ്ടിങ്സ് ടു ഫൈൻഡ് മോർ എക്സാമ്പിൾസ് ഓഫ് സർക്കുലേറ്ററി മോഷൻ ആൻഡ് റൈറ്റ് ഇൻ ദ സയൻസ് ഡയറി. ഞാൻ എഴുതിയിട്ടുണ്ട്, ഞാൻ ബാക്കിൽ അറ്റാച്ച് ചെയ്യാം. എക്സ്പെരിമെൻറ്റ് 4, ഇനി 4ാമത്തെ എക്സ്പെരിമെൻറ്റ്. അപ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ചത് ലീനിയർ മോഷൻ പഠിച്ചു, റൊട്ടേഷൻ മോഷൻ പഠിച്ചു, സർക്കുലേറ്ററി മോഷൻ പഠിച്ചു. 3 മോഷൻസ് നമ്മൾ പഠിച്ചു. ഇനി അടുത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ആണി എടുക്കുക, ഈ ആണിയിൽ ഒരു നൂല് കെട്ടുക, ഈ നൂലിൻ്റെ മറ്റേ അറ്റത്ത് എന്ത് വേണം? ഒരു സ്റ്റോൺ കെട്ടിയിടുക. ഈ ആണി ഒരു ചുവരിൽ ഉറപ്പിച്ച് വെക്കുക. എന്നിട്ട് ഈ സ്റ്റോണിന് നമ്മൾ ആട്ടി വിടുക. ആട്ടുമ്പോഴത്തേക്ക് ഇത് മുന്നോട്ടും പിന്നോട്ടും ഇങ്ങനെ ആടിക്കളിക്കും അല്ലേ. അപ്പോൾ ഇതാണ് ടു ആൻഡ് ഫ്രോ മോഷൻ, മുന്നോട്ടും പിന്നോട്ടും ഉള്ള മോഷൻ, ടു ആൻഡ് ഫ്രോ മോഷൻ. ഇതിനാണ് ഓസിലേറ്ററി മോഷൻ എന്ന് പറയുന്നത്. നമ്മുടെ പഴയ ക്ലോക്കുകൾ കണ്ടിട്ടില്ലേ, അതിനകത്ത് പെൻഡുലം ഇങ്ങനെ ആടുന്നത് കണ്ടിട്ടില്ലേ? ഒരു ക്ലോക്കിനകത്ത് ഇങ്ങനെ ടിക് 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 എന്ന് പറഞ്ഞ് പെൻഡുലം ആടാറുണ്ട്. അപ്പോൾ അത് സർക്കുലേറ്ററി മോഷൻ അല്ല, ഓസിലേറ്ററി മോഷനാണ്. ആ പെൻഡുലം ആടുന്നതാണ് ഓസിലേറ്ററി മോഷൻ. ഈ പെൻഡുലം അല്ലെങ്കിൽ ഈ ഒരു ആണിയിൽ കെട്ടിയ കയറിൻ്റെ അറ്റത്തൊരു കല്ല് വരുന്നുണ്ടല്ലോ, ആ കല്ല് നേർരേഖയിൽ നടുക്ക് വന്ന് നിൽക്കുമ്പോൾ അതിനാണ് ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് പറയുന്നത്. അതായത് അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ലാതെ ഈക്വലായിട്ട് നിൽക്കുന്ന പൊസിഷൻ. ഇതിൽ നിന്നും മാക്സിമം ദൂരത്തേക്ക് നമ്മൾ കല്ല് വലിച്ചിട്ട് വിട്ട് കഴിയുമ്പോൾ അത് അപ്പുറത്തെ അറ്റത്തേക്ക് ഇങ്ങനെ പോകും അല്ലേ. ഇപ്പോൾ ഈ പിക്ചറിൽ കാണിച്ചിട്ടുണ്ട്, ഒരു മാക്സിമം ദൂരത്ത് വരെ വലിച്ചിട്ട് അവർ വിട്ട് കഴിയുമ്പോൾ അത് ഈ അറ്റത്തേക്ക് വന്നിരിക്കുന്നു. ഇതുപോലെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിക്കൊണ്ടിരിക്കും. ഇതാണ് ഓസിലേഷൻ. ഓസിലേഷൻ ഈസ് ദ മൂവ്മെന്റ് ഓഫ് എൻ ഒബ്ജക്റ്റ് ടു ബോത്ത് സൈഡ് അബൌട്ട് ദി ഇക്വിലിബ്രിയം. ഒരു ഇക്വിലിബ്രിയത്തിൽ നിന്ന്, ഒരു ഈക്വൽ ആയിട്ടുള്ള അവസ്ഥയിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ടു ആൻഡ് ഫ്രോ മോഷൻ ഉണ്ടാവുന്നതിനാണ് എന്ത് പറയുന്നത്? 2 സൈഡിലേക്കുള്ള ടു ആൻഡ് ഫ്രോ മോഷനെയാണ് ഓസിലേറ്ററി മോഷൻ എന്ന് പറയുന്നത്. ഇനി ഓസിലേറ്ററി മോഷൻ്റെ വേറെയും എക്സാമ്പിൾസ് ഉണ്ട്. അതിൽ ഒരെണ്ണം ക്ലോക്കിൻ്റെയൊക്കെ പെൻഡുലമാണ്. പെൻഡുലം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആടും. പിന്നെ ഒരെണ്ണം സ്വിങ് ആണ്, ഊഞ്ഞാൽ. പിന്നെ ഒരെണ്ണം സീസോയാണ്, മേലേക്ക് താഴേക്ക് നമ്മൾ പൊങ്ങുന്നത്, അപ്പ് ആൻഡ് ഡൗൺ മോഷൻ വരുന്നത് കേട്ടോ. അപ്പോൾ ഇതെല്ലാമാണ് നമുക്ക് എക്സാമ്പിൾസ് തന്നിട്ടുള്ളത്. ഇനി അടുത്തത്, വാട്ട് ഹാപ്പൻസ് ഇഫ് ദ ഒബ്ജക്റ്റ് ഇൻ ഓസിലേഷൻ മൂവ്സ് ഫാസ്റ്റ് അബൌട്ട് ദ ഇക്വിലിബ്രിയം പൊസിഷൻ. അപ്പോൾ ഈ ഒരു ഒബ്ജക്റ്റ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്ന ടു ആൻഡ് ഫ്രോ മോഷനിലുള്ള ഒബ്ജക്റ്റ് കൂടുതൽ വേഗത്തിൽ ചലിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും?
അതിനുള്ളൊരു എക്സാമ്പിളാണ് ഇതാണ് ട്യൂണിംഗ് ഫോക്ക്. നിങ്ങളിപ്പോൾ കാണുന്നത് ട്യൂണിംഗ് ഫോക്ക് എന്നാണ് പറയുന്നത്. ഈ ട്യൂണിംഗ് ഫോക്കിൻ്റെ ആ 2 കാലുകൾ കാണുന്നില്ലേ, അതിനെയാണ് പ്രോങ് എന്ന് പറയുന്നത്. ഒരു റബ്ബർ ഹാമർ ആയിരിക്കും, അല്ലെങ്കിൽ റബ്ബർ പീസ് ഉണ്ടാകും. അത് നമ്മളിങ്ങനെ അടിച്ച് കഴിയുമ്പോഴത്തേക്കും ഈ ട്യൂണിംഗ് ഫോക്ക് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യും. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചലിക്കും, വൈബ്രേറ്റ് ചെയ്യും. ഈ വൈബ്രേഷൻ വളരെ നല്ല ഫാസ്റ്റ് ആയിരിക്കും, നമുക്ക് കാണാൻ സാധിക്കാത്ത അത്രയും സ്പീഡിലായിരിക്കും ഇത് വൈബ്രേറ്റ് ചെയ്യുന്നത്. നമുക്കത് എണ്ണാൻ പറ്റില്ല, അത്രയ്ക്ക് സ്പീഡിലായിരിക്കും വൈബ്രേറ്റ് ചെയ്യുന്നത്. ഈ സൗണ്ട് ഉണ്ടാക്കാൻ വൈബ്രേഷൻ മൂലം നമുക്ക് എന്ത് കിട്ടും? സൗണ്ട് ഉണ്ടാക്കാൻ പറ്റും വൈബ്രേഷൻ മൂലം. അപ്പം ഇതിൻ്റെ ബാക്കിയുള്ളത് വായിക്കാം. ഇൻ ഓൾ ദീസ് 3 ആക്ടിവിറ്റീസ് ഡിഡ്ന്റ് യു ഒബ്സർവ് ഫാസ്റ്റ് മൂവ്മെൻറ്റ്സ്, വാട്ട് ചേഞ്ച്? അപ്പോൾ 3 ആക്ടിവിറ്റീസ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ ഒരു ആക്ടിവിറ്റി ഞാനിപ്പോൾ പറഞ്ഞതാണ്, ട്യൂണിംഗ് ഫോക്ക് എടുത്തിട്ട് ആമർ കൊണ്ട് അടിച്ച് കഴിയുമ്പോഴത്തേക്കും എന്തുണ്ടാകും? വൈബ്രേഷൻ ഉണ്ടാകും. ഇനി രണ്ടാമത്തെ പറഞ്ഞിരിക്കുന്നത് റബ്ബർ ബാൻഡ് ഇങ്ങനെ വലിച്ച് സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക, എന്നിട്ട് അതിന് നടുക്ക് ഇങ്ങനെ വിരൽ കൊണ്ട് ടാപ്പ് ചെയ്യുക, ഒന്ന് അടിക്കുക, അപ്പോഴത്തേക്ക് അതിങ്ങനെ വൈബ്രേറ്റ് ചെയ്യും. നമ്മൾ കാണാറുണ്ട്, നമ്മൾ ചെയ്യാറുള്ളതാണ്. നൂലും അതുപോലെ തന്നെ നൂലെടുത്തിട്ട് സോഡയുടെ അടപ്പ് ഹോളുണ്ടാക്കി ഈ നൂല് അതിൻ്റെ ഇടയിൽ കൂടി ഇട്ടിട്ട് നമ്മളിങ്ങനെ പിടിച്ച് വലിക്കാറുണ്ട് അല്ലേ? വലിച്ചു കഴിയുമ്പോഴത്തേക്ക് അതിങ്ങനെ കറങ്ങാറില്ലേ, വൈബ്രേറ്റ് ചെയ്യാനുള്ള, അതാണ് വൈബ്രേഷൻ. നമ്മളതൊക്കെ കളിച്ചിട്ടുള്ള കാര്യങ്ങളാണ്, നമ്മൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി അതുപോലെ ഒരു അയൺ സ്കെയിൽ എടുത്ത് മേശപ്പുറത്ത് വെക്കുക. ഒരറ്റം മേശയുടെ മേലെയും ഒരറ്റം മേശയിൽ നിന്ന് പുറത്തേക്ക് നീണ്ടു നിൽക്കുന്ന രീതിയിലായിരിക്കണം വെക്കേണ്ടത്. എന്നിട്ട് ഈ നീണ്ടു നിൽക്കുന്ന ഭാഗത്ത് കൈകൊണ്ട് അടിക്കുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനം കൊണ്ട് അടിക്കുക. അടിച്ചു കഴിയുമ്പോഴത്തേക്ക് ഈ അയൺ സ്കെയിൽ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യും അല്ലെ, മേലേക്കും താഴേക്കും ചലിക്കും. ഇത് 3 വൈബ്രേഷൻ ഉണ്ടാവുന്നുണ്ട്. വൈബ്രേഷൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ ശബ്ദവും വരാറുണ്ട്. വാട്ട് ചേഞ്ച് ഡിഡ് യു ഒബ്സർവ് വെൻ ദ സ്പീഡ് ഓഫ് ഓസിലേഷൻ വാസ് ഇൻക്രീസ്? സ്പീഡ് കൂടിയപ്പോൾ എന്താണ് സംഭവിച്ചത്? വാസ് ദർ എനി സൗണ്ട്? അതങ്ങനെ ചെയ്യുമ്പോൾ ഒരു ചെറിയ സൗണ്ട് ഉണ്ടാവും, ഒരു മൂളൽ പോലത്തെ ഒരു സൗണ്ട് ഉണ്ടാവും. ക്വിക്ക് ഓസിലേഷൻ ഈസ് വൈബ്രേഷൻ. വേഗത്തിലുള്ള ഓസിലേഷനാണ് വൈബ്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതൊന്ന് മാർക്ക് ചെയ്ത് വെക്കണം. വേരിയസ് ടൈപ്സ് ഓഫ് വൈബ്രേഷൻസ് ആർ ഒക്കറിങ് അറൗണ്ട് അസ്. വ്യത്യസ്തമായിട്ടുള്ള വൈബ്രേഷൻ നമ്മുടെ ചുറ്റും നടക്കുന്നുണ്ട്. മ്യൂസിക് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ വൈബ്രേറ്റിംഗ് ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്. വ്യത്യസ്തമായ ഉപകരണങ്ങളുടെ വിവിധ ഭാഗങ്ങൾ വൈബ്രേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ശബ്ദം ഉണ്ടാകുന്നത്, മ്യൂസിക് ഉണ്ടാകുന്നത്. ഫൈൻഡ് മോർ എക്സാമ്പിൾസ് ഓഫ് വൈബ്രേഷൻ ആൻഡ് ഡിസ്കസ് ദം ഇൻ ക്ലാസ്. വൈബ്രേഷന് കൂടുതൽ എക്സാമ്പിൾസ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. വീണ, ഗിറ്റാർ, വയലിൻ, ഇതിൻ്റെയൊക്കെ ആ ഒരു സ്ട്രിങ് വൈബ്രേറ്റ് ചെയ്യുമ്പോഴാണ് സൗണ്ടുകൾ വരുന്നത്. പല സ്ട്രിങ്ങുകളിലും അവിടെ 4-5 സ്ട്രിങ്ങുകൾ ഉണ്ടാകും. ഈ സ്ട്രിങ്ങുകളുടെ പല ഭാഗങ്ങളിൽ നമ്മൾ പ്രസ് ചെയ്ത് റിലീസ് ചെയ്യുമ്പോഴാണ് ശബ്ദത്തിൻ്റെ വ്യതിയാനം ഉണ്ടാകുന്നതൊക്കെ. അത് നമ്മൾ പലപ്പോഴും ഈ മ്യൂസിക് ഓർക്കസ്ട്രയുടെ സമയത്ത് നമ്മൾ കാണാറുണ്ട് അല്ലേ. വൈബ്രേഷൻ ഇസ് ക്വിക്ക് ഓസിലേഷൻ. ഇനി സൗണ്ട് ആൻഡ് വൈബ്രേഷൻ. സൗണ്ട് ഈസ് പ്രൊഡ്യൂസ്ഡ് ഡ്യൂ ടു വൈബ്രേഷൻ. ദർ വിൽ ബി വൈബ്രേഷൻ ഓഫ് എൻ ഒബ്ജക്റ്റ് ബിഹൈൻഡ് ദ പ്രൊഡക്ഷൻ ഓഫ് എനി സൗണ്ട്. ഇപ്പോൾ ഏതൊരു സൗണ്ടിൻ്റെയും പ്രൊഡക്ഷൻ്റെ പിന്നിൽ എന്തുണ്ടാവും? വൈബ്രേഷൻ ഉണ്ടാവും. വി ആർ ഏബിൾ ടു പ്രൊഡ്യൂസ് സൗണ്ട് ഡ്യൂ ടു ദ വൈബ്രേഷൻ ഓഫ് ദ വോക്കൽ കോർഡ്സ് ഇൻ ദ ലാരിങ്സ് ഇൻ അവർ ത്രോട്ട്. അപ്പോൾ നമ്മുടെ തൊണ്ടയിലുള്ള ലാരിങ്സിൻ്റെ വോക്കൽ കോർഡ്സ് വൈബ്രേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് സൗണ്ട് ഉണ്ടാവുന്നത്. വെൻ ആൻ എക്സൈറ്റഡ് ട്യൂണിംഗ് ഫോക്ക് ഈസ് കെപ്റ്റ് നിയർ ദ ഇയേഴ്സ് വി വിൽ ബി ഏബിൾ ടു ഹിയർ എ സൗണ്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, ആ ട്യൂണിംഗ് ഫോക്ക് റബ്ബർ ഹാമർ കൊണ്ട് അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതൊരു ചെറിയ ശബ്ദം പുറപ്പെടുവിപ്പിക്കും. അതൊരു വൈബ്രേഷൻ ഉണ്ടാവും. വൈബ്രേഷനിൽ നിന്ന് സൗണ്ട് ഉണ്ടാവാറുണ്ട്. മ്യൂസിക് ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ വീണ, വയലിൻ എക്സെട്ര. വീണയിലും വയലിനിലും ഒക്കെ മ്യൂസിക് ഉണ്ടാവാറുണ്ട് അല്ലേ. ബൈ വൈബ്രേറ്റിംഗ് ദ സ്ട്രെച്ച്ഡ് സ്ട്രിങ്സ് ഇൻ ഡിഫറെൻറ്റ് വേസ്. പല വ്യത്യസ്തമായ രീതികളിൽ ഈ വലിച്ചു കെട്ടിയ സ്ട്രിങ്ങിനെ വൈബ്രേറ്റ് ചെയ്യിപ്പിക്കുമ്പോഴാണ് ആ വ്യത്യസ്തമായ ശബ്ദങ്ങൾ വരുന്നത്. ഇൻ ഇൻസ്ട്രുമെൻറ്റ്സ് ലൈക്ക് ചെണ്ട ഇറ്റ്സ് എ ഡയഫ്രം ദാറ്റ് ഈസ് വൈബ്രേറ്റഡ്. ആ ഡയഫ്രം, ആ പറന്നിരിക്കുന്ന ഭാഗമുണ്ടല്ലോ, നമ്മൾ കൊട്ടുന്ന ഭാഗം, അതാണ് ഡയഫ്രം എന്ന് പറയുന്നത്. ഈ ഡയഫ്രം വൈബ്രേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ചെണ്ടയിലും അതിലത്തിലൊക്കെ സൗണ്ട് ഉണ്ടാകുന്നത്. ഇൻ ഫ്ലൂട്ട് ആൻഡ് ഹാർമോണിയം. അപ്പോൾ ഹാർമോണിയത്തിലും ഫ്ലൂട്ടിലും ഇറ്റ് ഈസ് ദ എയർ ദാറ്റ് വൈബ്രേറ്റ് ചെയ്യുന്നത് എയർ ആണ്. ഇൻസ്ട്രുമെൻറ്റ്സ് മേക്കിംഗ് യൂസ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോഷൻ ആർ ഗിവൻ ബിലോ. ഇനി പല ടൈപ്പിൽ ഉള്ള മോഷൻസ് ഉള്ള ഇൻസ്ട്രുമെൻ്റ് ആണ് നമുക്ക് താഴെ തന്നിട്ടുള്ളത്. കംപ്ലീറ്റ് ദ ടേബിൾ ബൈ ഐഡൻറ്റിഫൈങ് ഹൗ ഡിഫറെൻറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് the different types of motions in each instrument and how they are made use of. ഇനി നമുക്ക് താഴെ തന്നിരിക്കുന്നത് കുറച്ച് ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. ആ ഇൻസ്ട്രുമെൻറ്റ്സ് ഏത് ടൈപ്പ് ഓഫ് മോഷനാണ് യൂസ് ചെയ്യുന്നത്, അതിൻ്റെ ഉപയോഗം എന്തെല്ലാമാണെന്നാണ് കാണിച്ചിട്ടുള്ളത്. സീസോ ഓസ്ലേറ്ററി മോഷനാണ്. ടു ആൻഡ് ഫ്രോ മോഷൻ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയാണ് നമ്മൾ സീസോ യൂസ് ചെയ്യുന്നത്, കളിക്കാൻ വേണ്ടിയിട്ട്. ഹാൻഡ് ഓഫ് ക്ലോക്ക് സർക്കുലർ മോഷനാണ്, ടൈം കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ. ഹാൻഡ്സ് ഓഫ് ക്ലോക്ക് ഞാൻ പറഞ്ഞല്ലോ അപ്പോളെ, സർക്കുലർ മോഷനാണ്, ടൈം കാണിക്കുന്നതിന് വേണ്ടി. ടോപ്പ് പമ്പരമാണ്,
റൊട്ടേഷണൽ മോഷനാണ്. ടോപ്പ് ഒരു ആക്സസിൽ നിന്ന് കറങ്ങുന്നുണ്ട്, അതുകൊണ്ടാണ് റൊട്ടേഷൻ മോഷൻ. എൻ്റർടൈൻമെൻ്റ് ആണ് അതിൻ്റെ യൂസ്. സ്ട്രിങ് ഓഫ് വീണയുടെ കമ്പികൾ, അത് ഓസിലേറ്ററി മോഷനാണ്, വൈബ്രേഷനാണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. വൈബ്രേഷൻ കൊണ്ടാണ് നമുക്ക് സൗണ്ട് കിട്ടുന്നത്. ഇനി അടുത്തത്, ഹാവൻറ്റ് യു റിയലൈസ് മൂവ്മെൻറ്റ്സ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് movements are utilized in our lives. Have you seen instruments that made use of different type of motion simultaneously? Share your experience. അപ്പോൾ പല ഉപകരണങ്ങളും വ്യത്യസ്തമായിട്ടുള്ള മോഷനുകൾ, അതായത് ഈ ലീനിയർ മോഷൻ ആയാലും സർക്കുലർ മോഷൻ, റൊട്ടേഷൻ മോഷൻ, അതെല്ലാം ഒരേ സമയത്ത് ഒന്നിലധികം മോഷൻസ് ഉപയോഗിക്കാറുണ്ട്. ചില വസ്തുക്കൾ അത് ഏതെല്ലാമാണെന്ന് നോക്കാം. അപ്പോൾ സൈക്കിളിൻ്റെ ടയറാണെന്ന് നോക്കുകയെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു സൈക്കിൾ നമ്മൾ ഓടിക്കുകയാണെന്ന് വിചാരിക്കുക. സൈക്കിൾ ഓടിക്കുമ്പോൾ ഈ സൈക്കിളിലിരിക്കുന്ന ആളും നേരെ റോഡിൽ കൂടെ പോകുകയാണെങ്കിൽ, സ്ട്രെയിറ്റ് റോഡിലൂടെ പോവുകയാണെങ്കിൽ അവർ ലീനിയർ മോഷനിലാണ്, ഈ സൈക്കിളിലെ ആളും. അതേ സെയിം ടൈമിൽ തന്നെ സൈക്കിളിൻ്റെ ടയറുകളുണ്ടല്ലോ, ടയർ സർക്കുലേറ്ററി മോഷനിലാണ് പോകുന്നത്, സർക്കിൾ ചെയ്യാണ് ടയർ അല്ലേ. അതുപോലെ അതിൻ്റെ പെഡൽസ് റൊട്ടേഷൻ മോഷനിലാണ് പോകുന്നത്. ഇനി സൈക്കിളിൻ്റെ ടയർ അതിൻ്റെ ആക്സിൽ ഉറപ്പിച്ച് വെച്ചിരിക്കുന്നതാണ് അല്ലേ, ഒരു കമ്പിയിൽ ഉറപ്പിച്ച് വെച്ചിരിക്കുന്നതല്ലേ. അപ്പോൾ അത് ടയർ റൊട്ടേഷനും ചെയ്യുന്നുണ്ട്. അപ്പോൾ റൊട്ടേഷൻ മോഷനും ഉണ്ട്, സർക്കുലേറ്ററി മോഷനും അതിനകത്തുണ്ട്. ടയറിൽ പെഡലിൽ റൊട്ടേഷൻ മോഷനും ഉണ്ട്, സർക്കുലേറ്ററി മോഷനും ഉണ്ട്. നമ്മൾ പെഡല് റൗണ്ടിൽ കറക്കുന്നു, അത് സർക്കുലേറ്ററി മോഷനാണ്. അതുപോലെ പെഡലിൻ്റെ അച്ചുതണ്ടുണ്ടല്ലോ, ഒരു ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഭാഗം, അത് ആക്സിലാണ്. ഈ ആക്സിലിൽ കറങ്ങുന്നത് കൊണ്ട് അത് റൊട്ടേഷൻ മോഷനും ഉണ്ട്. അപ്പോൾ ഒന്നിലധികം മോഷൻ ഒരു വസ്തുവിൽ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. ഇനി ഷാൽ വി മേക്ക് എ ടോയ് ഫാൻ? ഒരു ടോയ് ഫാൻ ഉണ്ടാക്കിയാലോ എന്ന് ചോദിക്കുകയാണ്. ഒരു ഐസ്ക്രീം ബോൾ വേണം, അതുപോലെ ഒരു കുപ്പിയുടെ മൂടിയുടെ ഭാഗം കട്ട് ചെയ്തെടുക്കുക. നമുക്ക് താഴെ പിക്ചറിൽ തന്നിട്ടുണ്ട്. മൂടിയുടെ അവിടെ നിന്ന് താഴത്തേക്കുള്ള ഭാഗം കട്ട് ചെയ്തെടുക്കുക, എന്നിട്ട് ഒരു ഫാൻ ഷേപ്പിലാക്കുക. അതുപോലെ അതിനെ മൂടി പൂട്ടിയിട്ട് അതിൻ്റെ മേലെ നമുക്ക് എന്ത് ചെയ്യണം, ഒരു ഐസ്ക്രീം ബോളിൻ്റെ മുകളിലെ ആ മൂടിയുടെ ഭാഗം അതുമായിട്ട് യോജിപ്പിക്കുക. അവിടെ ഒരു കമ്പി കെട്ടുക, കമ്പി പുറത്തേക്ക് ഒരു അയൺ റോഡ് ഘടിപ്പിക്കുക, അയൺ റോഡ് പുറത്തേക്ക് നീട്ടുക. ഈ അയൺ റോഡിൽ നമ്മൾ എന്ത് കെട്ടിവെക്കണം, നൂല് കെട്ടിവെക്കുക. നൂല് കെട്ടി വെച്ചിട്ട് ഈ ബോളിൻ്റെ ബാക്കി ഭാഗം ഉണ്ടല്ലോ, ഐസ്ക്രീം ബോളിൻ്റെ ബാക്കി ഭാഗത്തിൽ ഈ അയൺ റോഡ് കടക്കാൻ പാകത്തിന് അടിഭാഗത്തൊരു ഹോൾ ഇടുക. ഹോൾ ഇട്ടിട്ട് ഈ അയൺ റോഡ് അതിൽ കൂടെ കടത്തുക. മറ്റൊരു ഹോള് സൈഡിലിട്ടിട്ട് ഈ നൂല് ആ ഹോളിൽ കൂടെ പുറത്തേക്ക് എടുക്കുക. എന്നിട്ട് നമ്മൾ ഈ നൂലിൻ്റെ ഭാഗം വലിച്ചു പിടിച്ചിട്ട് കറക്കി കഴിയുമ്പോൾ ഈ നൂലെല്ലാം ആ റോഡിൽ ചുറ്റും, ഇവിടെ 1 2 3 4 5ാമത്തെ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത് പോലെ അതെല്ലാം ഇങ്ങനെ ചുറ്റും. എന്നിട്ട് പിന്നെ നമ്മൾ ആ നൂലിൽ പിടിച്ച് വലിക്കുമ്പോൾ ഈ പമ്പരം കറങ്ങും. ഇതൊരു പമ്പരം പോലെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത് കറങ്ങും. അപ്പോൾ ഇതിനകത്ത് ഏതെല്ലാം മോഷൻസ് ആണ് ഉള്ളതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതെല്ലാം മോഷൻസ് ആണുള്ളതെന്ന് നോക്കാം. ഈ റോഡ് നമ്മൾ കറക്കുമ്പോൾ അത് റൊട്ടേഷൻ മോഷനാണ്. റോഡിൽ ഒരു ആക്സിൽ പോലെയാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അത് റൊട്ടേഷൻ മോഷനാണ്. ഇനി ഈ ഫാൻ ഏത് മോഷനിലായിരിക്കും കറങ്ങുക? ഫാനിൻ്റെ ബ്ലേഡുകൾ കറങ്ങുന്നത് സർക്കുലേറ്ററി മോഷനിലാണ്. അപ്പോൾ ഇവിടെ 2ാമത്തെ മോഷൻ വന്നു, അത് സർക്കുലേറ്ററി മോഷനാണ്. ഇനി ഈ സ്ട്രിങ്ങിൽ പിടിച്ച് നമ്മൾ വലിക്കുമ്പോൾ സ്ട്രിങ് നേർരേഖയിലാണ് പുറത്തേക്ക് വരുന്നത് അല്ലേ, സ്ട്രെയിറ്റ് ആയിട്ടാണ് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ സ്ട്രിങ്ങിൻ്റെ മോഷൻ ലീനിയർ മോഷനാണ്. ഇനി ഈ സ്ട്രിങ്ങിനെ നമ്മൾ ഉള്ളിലേക്ക് ചുറ്റുകയാണെന്ന് വിചാരിക്കുക. പുറത്തേക്ക് വലിക്കുമ്പോൾ ലീനിയർ മോഷനാണ്, ഉള്ളിലേക്ക് ചുറ്റുമ്പോൾ അത് റൊട്ടേഷൻ മോഷനിൽ തന്നെയാണ് ചുറ്റിപ്പോകുന്നത്. അപ്പോൾ നമ്മൾ പ്രിയപ്പെട്ട കുട്ടികളെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ മോഷൻസ് ഏതെല്ലാമാണെന്ന് മനസ്സിലാക്കുക. ഒരു വസ്തു കണ്ടു കഴിഞ്ഞാൽ അതിൽ ഏതൊക്കെ മോഷൻ ഉണ്ടെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ ശ്രമിക്കുക. എന്നാൽ മാത്രമേ ഇതിന് ഉത്തരങ്ങൾ എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിനകത്തും അങ്ങനെ തന്നെയാണ്, ആപ്ലിക്കേഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരാൻ കൂടുതൽ സാധ്യതയുള്ളത്. അതുകൊണ്ട് തന്നെ മനസ്സിലാക്കുക, ലിനിയർ മോഷൻ എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ലൈനിൽ പോകുന്ന മോഷനാണ്. റൊട്ടേഷൻ മോഷൻ എന്ന് പറഞ്ഞാൽ ഒരു അച്ചുതണ്ടിൽ കറങ്ങുന്ന മോഷനാണ്. നിങ്ങൾക്കത് കൺഫ്യൂഷൻ വന്നാൽ അപ്പോൾ തന്നെ പമ്പരത്തിന് ഓർക്കുക. പമ്പരത്തിൻ്റെ കാലുണ്ടല്ലോ, അതാണ് ആക്സിൽ കറങ്ങുന്നതാണെങ്കിൽ റൊട്ടേഷൻ മോഷനാണ്. സർക്കിളിൽ കറങ്ങുന്നത്, വാച്ചിൻ്റെ സൂചി പോലെ സർക്കിളിൽ കറങ്ങുന്നത്, അല്ലെങ്കിൽ ഒരു കോമ്പസ് എടുത്ത് നമ്മൾ സർക്കിൾ വരക്കുക, അങ്ങനെ ആ കാര്യം ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് മോഷനാണ് അതിനകത്ത് വരിക? സർക്കുലർ മോഷനാണ് വരുന്നത്. പിന്നെ ലാസ്റ്റ് വന്നിട്ട് ഓസിലേറ്ററി മോഷനാണ്. ഊഞ്ഞാലിൻ്റെ കാര്യം ആലോചിക്കുക, ഊഞ്ഞാലിലുള്ളത് ഓസിലേറ്ററി മോഷനാണ്. അപ്പോൾ ഈ മോഷൻസ് എല്ലാം മനസ്സിലായി കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഒരു ഒബ്ജക്റ്റ് തന്നിട്ട് അല്ലെങ്കിൽ ഒരു ഡിവൈസ് തന്നിട്ട് ഇതിനകത്ത് ഏതൊക്കെ മോഷൻ ഉണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റുക. ഇനി അടുത്തൊന്ന് നോക്കൂ. വിച്ച് ഇസ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോഷൻ ദാറ്റ് ടേക്സ് പ്ലേസ് ഇൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ ടോയ് ഫാൻ സച്ച് ആസ് ദ റോഡ്, ഫാൻ, സ്ട്രിങ്.
റോഡിൻ്റെയും ഫാനിൻ്റെയും സ്ട്രിങ്ങിൻ്റെയും മോഷൻ ചോദിച്ചിട്ടുണ്ട്. ഡിസ്കസ് യുവർ ഫൈൻഡിങ്സ്. റോഡിൽ മോഷൻ റൊട്ടേഷൻ മോഷനാണ്, ഫാനിലെ മോഷൻ സർക്കുലർ മോഷനാണ്, സ്ട്രിങ്ങിലെ മോഷൻ ലീനിയർ മോഷനാണ്. നമ്മൾ പുറത്തേക്ക് വലിക്കുമ്പോൾ ഉള്ള സ്ട്രിങ്ങിലെ മോഷൻ ലീനിയർ മോഷനാണ്. അപ്പോൾ ഈ കാര്യങ്ങളാണ് നിങ്ങൾ എഴുതേണ്ടത്. ഇനി വിച്ച് ആർ ദ ടൈപ്സ് ഓഫ് മോഷൻ ദാറ്റ് ഒക്കർ വെൻ എ ടോയ് കാർ മൂവ്സ്. ഒരു ടോയ് കാർ പോകുമ്പോൾ ഏതൊക്കെ മോഷനാണ് ഉള്ളതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ലീനിയർ മോഷൻ ആണ് ടോയ് കാർ നേർരേഖയിൽ പോകുമ്പോൾ ഉണ്ടാവുന്ന കാറിൻ്റെ മോഷൻ ലീനിയർ മോഷനാണ്. ഇനി വാട്ട് ടൈപ്പ് ഓഫ് മോഷൻ ഒക്കേഴ്സ് ഇൻ വീൽ. വീലിൽ ഉണ്ടാവണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. വീലിൽ നമുക്ക് 2 ടൈപ്പ് മോഷൻ ഉണ്ട്. ഒരെണ്ണം സർക്കുലർ മോഷനാണ്, വീല് സർക്കുലർ മോഷനിൽ കറങ്ങുന്നു. അതുപോലെ വീലിൻ്റെ ആക്സിലുണ്ട്, ഈ ആക്സിൽ കറങ്ങുന്നത് റൊട്ടേഷൻ മോഷനിലാണ്. വാട്ട് ഈസ് ദ ടൈപ്പ് ഓഫ് മോഷൻ ഓഫ് ദ കാർ വെൻ ദ വീൽ മൂവ്സ്. വീല് ചലിക്കാൻ തുടങ്ങുമ്പോൾ കാറിനുണ്ടാവുന്ന മോഷൻ ലീനിയർ മോഷനാണ്, നേർരേഖയിലായിരിക്കും പോണത്. ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു മക്കളെ. മറ്റൊരു വീഡിയോ ആയിട്ട് ഇതിൻ്റെ ബാക്കി ഭാഗം വരാം. ഫോഴ്സ് ആൻഡ് മോഷൻ എന്നുള്ള ഭാഗമുള്ളത് അത് പാർട്ട് ബി ആയിട്ട് വരുന്നതായിരിക്കും. ആ വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും ബൈ. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ